അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ 108 ശാഖകൾ, ആദ്യത്തെ 108 ശാഖകൾ അത് രൂപീകരിക്കാനായിട്ട് TK മാധവൻ എന്ന ആ മഹാത്മാവാണ് സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ചങ്ങനാശ്ശേരി, കുട്ടനാട്, കോട്ടയം, പാല തുടങ്ങിയ പ്രദേശങ്ങളാണ്. അങ്ങനെ ഈ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നാഗമ്പടം ക്ഷേത്രത്തിൽ വന്ന് ഈ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു യോഗം സംഘടിപ്പിച്ചു, വിശേഷാൽ പൊതുയോഗം. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ 108 ശാഖകൾക്ക് അദ്ദേഹമാണ് ആസൂത്രണം ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ശ്വാസമുട്ടൽ കാരണം വരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ചടങ്ങ് നടന്നു. അങ്ങനെ 108 ശാഖകൾക്ക് ഈ തേന്മാവിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഭഗവാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നിങ്ങളുടെ ശാഖയുടെ നമ്പർ എത്രയാണ്? 1491. 1491 ഇപ്പോൾ 7000 ശാഖകൾ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് തുടക്കം. നാഗമ്പടം ക്ഷേത്രത്തിൽ നിന്നാണ് SNDP യോഗത്തിൻ്റെ ശാഖകളുടെ തുടക്കം. എവിടെയാണ് SNDP യോഗം സ്ഥാപിക്കപ്പെടുന്നത്? എവിടെ വെച്ചാണ് ഭഗവാൻ സ്ഥാപിക്കുന്നത്? അരുവിപ്പുറത്ത് വെച്ചാണ്. അരുവിപ്പുറത്ത് 1903 SNDP യോഗം ഗുരുദേവൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് അതിന് 2 രൂപങ്ങളുണ്ടായിരുന്നു. അവിടെ വന്ന ആളുകളെയൊക്കെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുളിസംഘങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ. അതിനുശേഷം അരുവിപ്പുറം വാവൂട്ടി യോഗം എന്നൊരു യോഗം ഉണ്ടാക്കി. ക്ഷേത്രത്തിൽ വരുന്ന, അരുവിപ്പുറം ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, ആ അരുവിപ്പുറം ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് സർവീസ് ചെയ്യുന്നതിന്, അവിടെ വരുന്ന ബലിയിടാനും മറ്റു കാര്യങ്ങൾക്കും വഴിപാടിനൊക്കെ വരുന്നവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാവൂട്ടി യോഗം എന്നൊരു സംഘടന അവിടെ രൂപീകരിച്ചു. ആ വാവൂട്ടി യോഗം പിന്നീട് പരിഷ്കരിച്ച് അരുവിപ്പുറം ക്ഷേത്രയോഗം എന്നാക്കി ഗുരുദേവൻ. അപ്പോൾ കുറച്ചുകൂടി അത് ഡെവലപ്പ് ചെയ്ത് കുറച്ചുകൂടി വളർന്നു. ഈ അരുവിപ്പുറം ക്ഷേത്രയോഗത്തെയാണ് ഗുരുദേവൻ പിന്നീട് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടനയാക്കി മാറ്റുന്നത്. മനസ്സിലായില്ല? 1903 സംഭവം. 1903 ഭഗവാൻ ജനുവരി മാസം 7-ാം തീയതിയാണ് ഈ നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ഭഗവാൻ രൂപം കൊടുത്തു. അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ സംഘടനകളെയും ഭഗവാൻ ഒഴിവാക്കി. പിന്നീട് ആ പേരുകളില്ല. പുളിസംഘമെന്നോ വാവൂട്ടി യോഗമെന്നോ അല്ലെങ്കിൽ ക്ഷേത്രയോഗമെന്നോ ഒരു പേരും പറയാറില്ല. ധർമ്മപരിപാലന യോഗമെന്ന് മാത്രമേ പറയാറുള്ളൂ. പലപ്പോഴും ആ ഒരു സമ്പ്രദായം നമ്മൾ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഭജന സംഘങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടായ്മകൾ എല്ലാം നിലനിർത്തിക്കൊണ്ടു പോവാണ്. SNDP യോഗത്തോടൊപ്പം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഗുരുവിൻ്റെ ഈ മാതൃക കണ്ടുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി SNDP യോഗത്തിലേക്ക് ചേർന്ന് നമ്മൾ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഗുരു പറയാതെ നമ്മളോട് പറയുന്നത്. അപ്പോൾ SNDP യോഗത്തിന് 1903 രൂപം കൊടുക്കുന്നു. അതിന് മുമ്പ് SNDP യോഗം വരുന്നതിന് മുമ്പ് ഈഴവരുടെ ഇടയിൽ ഉള്ള ആത്മീയ കാര്യങ്ങൾ, ഭൗതിക വികാസത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ചെറിയ ചെറിയ ഭജന സംഘങ്ങളാണ്, മഠങ്ങളാണ്. അങ്ങനെ ഇവിടെ കോട്ടയത്തും ഒരു ഭജന സംഘം ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ആചന്ദ്രധാര സമാജം എന്നായിരുന്നു. ആചന്ദ്രധാര സമാജം അത് രൂപീകരിച്ചത് 1079 മലയാള വർഷം 1079 കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് മണത്തറ എന്ന് പറയുന്നൊരു വീടുണ്ട്. അവിടെ വെച്ചാണ് ആദ്യ യോഗം കൂടുന്നത്. അതിനുശേഷം 1083 79 രൂപം കൊണ്ടു. 83 അത് രജിസ്റ്റർ ചെയ്തപ്പോൾ ആചന്ദ്രധാര പ്രശോഭിനി സഭ എന്ന് പുനർനാമകരണം ചെയ്താണ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ആചന്ദ്രധാര പ്രശോഭിനി സഭ 1089 രൂപം കൊള്ളുകയും അതിനുശേഷം 1093 വീണ്ടും അത് കൂടുകയും സജീവമാക്കുകയും ചെയ്തു. 1902 ഈ ആചന്ദ്രധാര പ്രശോഭിനി സഭ കൂടുതൽ സജീവമാകുന്നത്. കാരണം ക്ഷേത്രവും അതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അതിലേക്ക് വന്നു ചേർന്നപ്പോൾ അത് കുറച്ചുകൂടി സജീവമായി. തൊട്ടടുത്ത വർഷം 1903 SNDP യോഗം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ SNDP യോഗം സ്ഥാപിക്കപ്പെട്ട ശേഷം TK മാധവന്റെ നേതൃത്വത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സംഘടനാ കാര്യങ്ങൾ കൂടുതൽ ബ്രാഞ്ചുകളിലേക്ക് കൂടുതൽ ശാഖകൾ ഉണ്ടാക്കി ശ്രീനാരായണ ദർശന പ്രചരണത്തിന് വേണ്ടിയിട്ട് TK മാധവൻ മുൻകൈ എടുത്തുകൊണ്ട് 1903 SNDP യോഗത്തിന് പോഷക സംഘടനകൾ അല്ലെങ്കിൽ ശാഖകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും ഈ ആചന്ദ്രധാര പ്രശോഭിനി സഭയെ കോട്ടയം യൂണിയൻ എന്ന തലത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നമുക്കെല്ലാം കോട്ടയം യൂണിയൻ, പുനലൂർ യൂണിയനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈഴവരുടെ ഒരു കൂട്ടായ്മ ആയിരുന്ന ആചന്ദ്രധാര പ്രശോഭിനി സഭയാണ്
ഇക്കാലത്ത് കോട്ടയം SNDP യൂണിയനായിട്ട് പരിണമിച്ചു. അപ്പോൾ അന്നത്തെ ആ സമാജത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും ക്ഷേത്രം ഉൾപ്പെടെ കോട്ടയം യൂണിയൻ്റെ അധീനതയിൽ ആയിത്തീർന്നു. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. പിന്നീട് ക്ഷേത്രം അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ വന്നു. മറ്റൊരു പ്രധാന കാര്യം കുമാരനാശാൻ, മഹാകവി കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ? മഹാകവി കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാം പറയാൻ പറ്റും നമുക്ക്? ലക്ഷ്മിക്ക് എന്തെല്ലാം പറയാൻ പറ്റും? ശ്രീ കുമാരനാശാനെ കുറിച്ച് എന്തെല്ലാം പറയാൻ പറ്റും? എന്തെല്ലാം സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം വിശേഷണങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും? മഹാകവിയായിരുന്നു, കവിത്രയങ്ങളിൽ ഒരാളാണ്. കുമാരനാശാനെ കുറിച്ച് SNDP യോഗവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 16 വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഗുരുദേവന്റെ ആജ്ഞ എന്താണെന്ന് അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ അനുസരിക്കുന്ന ഒരു സെക്രട്ടറി പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മളെ കാണിച്ച് പഠിപ്പിച്ചു തരികയായിരുന്നു കുമാരനാശാൻ. കാരണം അതിനു മുമ്പ് മോഡലുകളൊന്നുമില്ല, സംഘടനയില്ല. ആ സംഘടനയില്ലായിരുന്ന ആ കാലത്ത് SNDP യോഗം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ഗുരുദേവൻ അങ്ങനെ രൂപം കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എക്സിക്യൂഷൻ പവർ കുമാരനാശാനിലേക്ക് വരുമ്പോൾ ഒരു മാതൃകയും കുമാരനാശാനെ അനുകരിക്കാനില്ല. പക്ഷേ കുമാരനാശാനെ അതിനുവേണ്ടി പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു ഗുരുദേവൻ. ഡോക്ടർ പൽക്കുനെ ഏൽപ്പിച്ച് കുമാരനാശാനെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ച് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനമൊക്കെ തിരിച്ചു വന്നപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം കരുതി വെച്ചിരിക്കുന്നത് പോലെ കുമാരനാശാനെ നൽകുകയായിരുന്നു ഗുരുദേവൻ. അപ്പോൾ ഒരു സംഘടനയെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിൻ്റെ പരിചയസമ്പന്നനായ ഒരു പ്രവർത്തകനെ പോലെ കുമാരനാശാൻ പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നും നമ്മൾ അനുസരിച്ച് പോരുന്നത്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാറ് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം, ഗുരുവിൻ്റെ ഒരു തലോടലില്ലാതെ ആർക്കും ആ കസേരയിൽ അധികകാലം ഇരിക്കാൻ പറ്റില്ല. ഒട്ടേറെ ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം വന്നു പോയെങ്കിലും ഇത്രയും ദീർഘമായ കാലം SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്ന ഗുരുവിനെ സേവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് നമുക്ക് മനസ്സിലാക്കാൻ. പലരും അദ്ദേഹത്തെ പല കാര്യങ്ങളും ആക്ഷേപിക്കും. കാര്യങ്ങളറിയാതെ ആക്ഷേപിക്കുമ്പോൾ സ്വയം ഒന്ന് വിമർശിക്കുന്ന ബുദ്ധിയോടുകൂടി ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തൊക്കെ ഈ SNDP യോഗത്തിന് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിന് ഉത്തരമാകും. അല്ലെ, ഒരു കുടുംബയോഗത്തിൻ്റെ കൺവീനറാകാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കുടുംബയോഗത്തിൻ്റെ കൺവീനറാകാനായിട്ട് പറ്റിയാൽ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് നേരെയില്ല, എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകും. അല്ലേ, ഒരു മൈക്രോ യൂണിറ്റിൻ്റെ കണക്കെഴുതാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എല്ലാം ഒഴിവാകും. ഒരു ശാഖയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ സെക്രട്ടറി, യൂണിയൻ്റെ ഭാരവാഹി ഒക്കെ അതിൻ്റേതായ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രം, ഗുരുവിൻ്റെ ഒരു കരുതലുണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, ചെറുപ്പക്കാരെല്ലാം വളരെ മിടുക്കരാണ്. പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാസലഹരിയുടെയും മറ്റും ഉപയോഗം കൊണ്ട് കുട്ടികളെല്ലാം മോശക്കാരായി പോകുന്നു എന്നൊരു ധാരണ നമ്മുടെ ഇടയിൽ പടർന്നിട്ടുണ്ട്. തികച്ചും അത് നമ്മൾ SNDP യോഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, ഗുരുദേവനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു പരാമർശത്തിന് തിരുത്തലുകൾ കൊടുക്കേണ്ടതാണ്. കാരണം ഇവിടെ മാതാപിതാക്കൾ എങ്ങനെയാണോ അങ്ങനെ കുട്ടികൾ വളരുകയുള്ളൂ. അല്ലേ, കുട്ടികൾ മാറി വരുന്ന സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്കറിയാം. ഒരു മൊബൈൽ ഫോൺ മാത്രം മതിയാവും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമുക്ക് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എത്രമാത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തിൽ മാതാപിതാക്കൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പെരുമാറിയാൽ കുഞ്ഞുങ്ങളാരും മോശക്കാരായി പോയില്ല. അവരൊക്കെ വേറെ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾ തന്നെയാണ്. ഇപ്പോൾ ടാപ്പിലൂടെ നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ ചെളിവെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? മോശമായ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ടാങ്കിനകത്ത് മോശമായ വെള്ളം കിടക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ ടാപ്പിൽ ചെളിവെള്ളമാണെന്ന് പറഞ്ഞാൽ ടാപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടാങ്ക് ക്ലീൻ ചെയ്ത് അതിനകത്ത് നല്ല വെള്ളം നടക്കണം. അപ്പോൾ മാതാപിതാക്കൾ നന്നായാൽ കുട്ടികൾ നന്നാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ നന്നാവുന്നതിന് വേണ്ടിയിട്ട് അല്പമൊക്കെ ത്യാഗത്തോടു കൂടി കുട്ടികളെ വളർത്തുന്നതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. മദ്യപിക്കാത്തവരില്ല, അച്ഛനെ മദ്യപിക്കണമെന്നെങ്കിൽ അതിനൊരു മറവൊക്കെ ഉണ്ട്. ഇല്ലെങ്കിലോ ഈ അച്ഛൻ കഴിച്ചിട്ട് പോകുന്ന ഗ്ലാസ് എന്നിട്ട് മണക്കാൻ, ആ കുപ്പി എടുത്തുകൊണ്ട് മണക്കാൻ, അല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും മിച്ചമുണ്ടെന്ന് വായിലെടുക്കാൻ കുഞ്ഞുങ്ങൾ ശ്രമിക്കുകയല്ലേ, അറിയാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവരും മറവൊക്കെ ഉണ്ടാകുന്നത് ഇനിയുള്ള കാലത്തേക്ക് നല്ലതായിരിക്കും എന്നുകൂടി ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മാതൃകയാണ് SNDP യോഗത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം.
കുമാരനാശാന്റെ ആദ്യ സ്മാരകം എവിടെയാണെന്നറിയാം? ഇവിടെയാണ് കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ആ ഓഡിറ്റോറിയം കവികുമാര മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു യോഗത്തിന് വരാൻ വേണ്ടിയിട്ട് കുമാരനാശാൻ ബോട്ടിൽ പുറപ്പെട്ടു. ബോട്ടിൽ കയറി പുറപ്പെട്ടു. റെഡീമർ എന്നായിരുന്നു ആ ബോട്ടിൻ്റെ പേര്. അത് പല്ലന എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ അത് മറിയുകയും കുമാരനാശാൻ നമ്മളെല്ലാം വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ കോട്ടയത്തേക്കുള്ള യാത്രാമധ്യയാണ് ആ അപകടം സംഭവിക്കുന്നത്. ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. 4ാം ഉത്സവത്തിനൊരു യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ട കുമാരനാശാൻ ഇടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് കേട്ടിട്ട് പിറ്റേ ദിവസം ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം ഇവിടെ ലഘൂകരിക്കുകയും ഇവിടെ കൂടിയ ആളുകൾ കുമാരനാശാൻ ഇരിക്കാനും എല്ലാവരും കൂടി ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയ ഒരു ടെമ്പററി പന്തലായിരുന്നു അത്. പിന്നീട് അത് നമ്മൾ ബലപ്പെടുത്തിയതാണ്. ആ പന്തലിൽ എല്ലാവരും കൂടി അനുശോചന യോഗം ഉണ്ടായിരുന്നു. ആ അനുശോചന യോഗത്തിൽ എല്ലാവരുടെയും സങ്കടം അത്ര കണ്ട് വികാരമുണ്ടായിരുന്ന ഒരു കാലം. കുമാരനാശാനോട് അത്രയും വൈകാരികമായ ഒരു ബന്ധം. ഇവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പറഞ്ഞു, നമ്മൾ ഈ ഇരിക്കുന്ന കെട്ടിടത്തിന് കുമാരനാശാന്റെ പേരിടണം എന്ന് അവർ എല്ലാവരുടെയും ആ അഭിപ്രായം ഐകകണ്ഠേന അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ ഇരുന്ന എല്ലാവരും ചേർന്ന് കവികുമാര മന്ദിരം എന്ന് പേരിട്ടു. അങ്ങനെയാണ് ഇത് ആദ്യ സ്മാരകമായി മാറുന്നത്. ഗുരുവിൻ്റെ കുമാരനാശാന്റെ നിര്യാണത്തിന് ശേഷം ഏറ്റവും ആദ്യം സ്മാരകം ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങളെല്ലാം പഠിക്കണം. കവികുമാര മന്ദിരം, കുമാരനാശാന്റെ ആദ്യ സ്മാരകം എവിടെയാണ്? കോട്ടയം നാഗമ്പടത്ത് ക്ഷേത്രാങ്കണത്തിലുള്ള കവികുമാര മന്ദിരം എന്ന് നിങ്ങൾ ചേർത്ത് വെക്കണം. കാരണം SNDP യോഗത്തിന്റെ ചരിത്ര വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇവിടെ നാഗമ്പടത്ത്. അപ്പോൾ നാഗമ്പടത്ത് പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം. നമ്മളെല്ലാം ശിവഗിരിക്ക് പോകാറുണ്ടല്ലോ. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത് അതും ഈ തേന്മാവിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. ശിവഗിരിക്ക് പോയ 5 മഞ്ഞക്കളികൾ എന്നൊക്കെ പരിഹസിച്ചിട്ടുണ്ട് പലരും. പക്ഷേ ഇന്ന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു മഹോത്സവ തീർത്ഥാടനമായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അദൃശ്യമായ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അത് തേന്മാവിൽ നിന്നാണ്, ഈ തേന്മാവിൻ്റെ ചൂട്ടിൽ നിന്നാണ് തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതറിയാമെങ്കിൽ കുറച്ച് പേർക്കൊക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ തീർത്ഥാടനം, നിങ്ങളൊരു പഠനയാത്ര പോലെ വരുന്നത് ആദ്യം തുടങ്ങുന്നത് ഇവിടുന്ന് തന്നെയാണ് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ തീർത്ഥാടന കാര്യങ്ങളെല്ലാം വളരെ മംഗളമായിട്ട് നടക്കും എന്നുള്ളതാണ് ഇവിടെ വന്നു പോകുന്നവർക്ക് സംഭവിക്കാറുണ്ട്. പദയാത്രകൾ പലതും ഇവിടുന്ന് തുടങ്ങാറുണ്ട്. പല പദയാത്രകൾ ഇവിടെ വന്നു പോകാറുണ്ട്. അവർക്കെല്ലാം ഒരു യാത്രാമധ്യേ ഒരു ബുദ്ധിമുട്ടും വരാതെ ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ എത്തിച്ചേരുന്ന അനുഭവമാണ് ഇത് നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കുന്നതിന് ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു സുദിനം ഇന്ന് തിങ്കളാഴ്ചയാണ്. പലർക്കും അസൗകര്യമുള്ള ദിവസമാണ്. അപ്പോൾ ഗുരു നിങ്ങളെ കരുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. പലരും തിങ്കളാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഒഴിവായിട്ടുണ്ടാവും. ആ ഒഴിവായവർക്ക് ഇവിടെ വരാനുള്ള യോഗം നിങ്ങൾക്ക് മാത്രം ഒരു കരുതി വെച്ച ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇനി നിങ്ങൾ പോകുന്നത് അദ്വൈതാശ്രമത്തിലേക്കാണ്. ആലുവ അദ്വൈതാശ്രമം. അവിടെ ചെന്നാൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അവിടെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഉച്ചഭക്ഷണം നിങ്ങൾക്ക്. ധർമ്മ ചൈതന്യ സ്വാമികളാണ് ഇപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്നത്. ആലുവ ആശ്രമത്തിൻ്റെ അദ്ദേഹത്തെ നമ്മൾ ആവശ്യപ്പെട്ടാൽ പക്ഷേ പൊതുവായ ഒരു ചരിത്രമോ ഒരു ക്ലാസ്സോ ഒക്കെ അദ്ദേഹം എടുക്കുമായിരിക്കും. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ വളരെയേറെ തിരക്കുള്ള ഒരു സന്യാസിവര്യനാണ് ധർമ്മചൈതന്യ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ വാൽമീകി കുന്ന് എന്നൊരു ആശ്രമമൊക്കെ ആയി മാറിയിട്ടുണ്ട്. ആ വാൽമീകി കുന്നിൽ പ്രവർത്തിക്കുന്ന, വാൽമീകി കുന്ന് സ്ഥിതി ചെയ്യുന്ന നാരായണഗിരിയിൽ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അശരണനായ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ സേവികാ സമാജം എന്നൊരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെയും സ്ത്രീകളായിട്ടുള്ള ആരെയും അവിടെ സംരക്ഷിക്കും. അവരവിടെ താമസിപ്പിക്കും, പഠിപ്പിക്കും, ഭക്ഷണം കൊടുക്കും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്ന് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് തോന്നിയാൽ അത് നിങ്ങളവിടെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അവിടെ സഹോദരൻ അയ്യപ്പൻ്റെ ആ ഒരു സ്മൃതി കുടീരമുണ്ട്, പാർവതി അയ്യപ്പൻ്റെ സ്മൃതി കുടീരമുണ്ട്. മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച വാൽമീകി കുന്ന് എന്ന ഒരു പവിത്രമായ ഇടം കൂടിയാണ് നിങ്ങൾ പോകുന്ന നാരായണഗിരി. അവിടെ സാധാരണക്കാരായിട്ടുള്ള അവശത അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങൾ അവിടെ ഈ നാരായണഗിരിയിൽ സേവികാ സമാജത്തിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളൊരു സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ
നിങ്ങൾ ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 50 രൂപ അങ്ങ് കൊടുത്തു നോക്കി, അതൊരു 100 രൂപ ഇട്ട് കൊടുത്തു നോക്കി, ഇത്രയും നിയന്ത്രിക്കണം, ഇത്രയും ചോദിക്കണം കേട്ടോ, ഇവർ തരും. കാരണം അതിൻ്റെ ഒരു ഗുണം ഈ യാത്രയുടെ ഒരു പരിസമാപ്തി നാരായണഗിരിയിലാണ്. അപ്പോൾ നിങ്ങളൊരു നല്ല കാര്യം കൂടി ചെയ്തതായിട്ട് മനസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷത്തിന് ഇട നൽകുന്ന കാര്യമാണ്. അവിടെയാണ് വൈകുന്നേരത്തെ കാപ്പി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാൽമീകി കുന്നിലാണ്, നാരായണഗിരിയിലാണ്. വൈകുന്നേരം ഒരു ലഘുവായ ഭക്ഷണം ഉണ്ടാവും, കാപ്പി ഉണ്ടാവും. അത് നിങ്ങൾ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ നെല്ലൂരിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ മഹത്തായ തീർത്ഥാടനം, ഇപ്പോൾ ഇവിടെ പലരും വന്ന പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടാവാം. ഏത് മണ്ണിൽ ചെന്നാലും അവിടെ നമ്മുടെ ഒരു പേര്, നമ്മുടെ ഒരു മുദ്ര അവിടെ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം നിങ്ങളിവിടെ വന്നു പോകുമ്പോൾ അത് ഭഗവാൻ അറിയുന്നുണ്ട്. പക്ഷേ അതൊരു രേഖപ്പെടുത്തലാവുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും പുനലൂരിൽ നിന്ന് വന്ന് കുറച്ച് പേര് ഇവിടെ വന്നു എന്ന് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ഇന്ന ദിവസം ഇവിടെ കുറേ ആളുകൾ പുനലൂരിൽ നിന്ന് വന്നു എന്ന് അവർക്ക് മനസ്സിലാവും. ഗുരുവിന് ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രേഖപ്പെടുത്തലിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആരും ആശ്രമത്തിൽ ചെന്നാൽ ഗുരുപൂജയോ ഗുരുപുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തുക, അത് നിങ്ങൾ സംഘമായിട്ട് കൊടുത്തിട്ടുണ്ടാവാം. എങ്കിലും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു ആശ്രമം നടത്തിക്കൊണ്ടു പോവുക, ഒരു മഠം നടത്തിക്കൊണ്ടു പോവുക, ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതെല്ലാം വളരെ ചിലവേറിയ കാര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നടത്തുന്നവരാണ്, ശാഖയുടെ ഭാരവാഹികളും ഒക്കെയാണ്. അപ്പോൾ നമ്മളാലാവുന്ന ഒരു സഹായം നിങ്ങൾക്ക് ഇന്ന് ഈ അവസരം ഉണ്ടാക്കിയ ഗുരുവിനോടുള്ള ഒരു സമർപ്പണം പോലെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ പൈസ ആകുന്നത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സഹായമായിട്ട് ഒരു എന്താ പറയുക, ഒരു പാവങ്ങളെ സഹായിക്കുന്ന ആ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ നിങ്ങൾ ആ കാര്യത്തിലേക്ക് ചെയ്യണം.